ദേവികയെ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് മുരളി പറഞ്ഞത് വാസ്തവമായിരിക്കുമോ? അഥവാ അത് സത്യമാണെങ്കിൽ അവളെ ഈ വീടിനുള്ളിൽ കാലുകുത്താൻ സമ്മതിക്കരുത്. അവള് വരുമ്പോ മീര ഇവിടെ ഉണ്ടാകാനും പാടില്ല. മീര ഇവിടുന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തണം. ആന്റി, ഇവിടെ ആകെ ബോറടിക്കുന്നല്ലോ ആന്റി. മൂകശോകമായൊരു അന്തരീക്ഷം. അതാ ആന്റി ആലോചിക്കുന്നത്. മോൾ ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരുന്നാ പറ്റില്ല. ഞാൻ പിന്നെ എവിടെ പോവാനാ? മോൾ ആശുപത്രിയിൽ കിടക്കുമ്പോ ഞാൻ ചില നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. ഇവിടെ ദേവീക്ഷേത്രത്തില് വിശേഷാൽ പൂജകൾ നടക്കുന്ന സമയം ഇപ്പോ. മോളുടെ പേർക്ക് ആന്റി പൂജകൾ നേർന്നിട്ടുണ്ട്. ആ പൂജ ഇന്ന് നടത്തിയാ കൊള്ളാന്നുണ്ട്. മോളെ കൊണ്ട് ചെയ്യിക്കാന്നായിരുന്നു നേർച്ച. മോൾക്ക് അമ്പലത്തിലൊന്ന് പോയി പൂജ ചെയ്തു വരാൻ പറ്റൂ? വൈ നോട്ട്? ഏതെങ്കിലുമൊക്കെ ദൈവങ്ങളെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് ഞാനും വിചാരിച്ചിരിക്കായിരുന്നു. അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ. അമ്പലത്തിലെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ അത്? ഇന്നവിടെ പെൺകുട്ടികള് മംഗല്യ പൂജ ചെയ്യുന്ന ദിവസം കൂടിയാ. മംഗല്യ പൂജ എന്ന് വെച്ചാ? എന്നുവച്ചാൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിവാഹം നടക്കാനും ഇഷ്ടപ്പെട്ട വരനെ കിട്ടാനുമുള്ള പൂജ. ഓ, അത് കൊള്ളാലോ. നല്ല രസമുള്ള പൂജയാണല്ലോ. ആ പൂജ നടത്തിയ നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ തന്നെ കിട്ടുമോ? അങ്ങനെയൊക്കെ സംഭവിക്കും ആന്റി? ഓരോ വിശ്വാസങ്ങളല്ലേ മോളെ. ആ, എന്നാ പിന്നെ ആ ഒരു പൂജ ചെയ്തിട്ട് തന്നെ കാര്യം. എന്നാ നട അടയ്ക്കുന്നതിന് മുൻപ് മോളങ്ങോട്ട് ചെല്ലണം. ഞാൻ ഒറ്റയ്ക്കാ? ആന്റി കൂടെ വാ. ആ, അല്ല, ആന്റി എന്തിനാ മംഗല്യ പൂജ നടത്തുന്നേ? ആ, രജനി ചേച്ചിയും കൂടെ വരട്ടെ. ചേച്ചിക്കും കിട്ടട്ടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവിനെ. ആ, എന്നാ പിന്നെ അവളും വന്നോട്ടെ. പൂജ മോളുടെ പേര് നടത്തിയാ മതി. ഓക്കെ രജനി ചേച്ചി, നമുക്ക് പോയാലോ? ആ, പോ. എനിക്കും പൂജ കഴിക്കാനുണ്ട്. പിന്നെ ഈ വീട്ടിൽ അനർത്ഥങ്ങൾ നടക്കാതിരിക്കാൻ ഞാനും വഴിപാട് നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട്. എന്നാ പെട്ടെന്ന് ഇറങ്ങിക്കോ. നടയടയ്ക്കും മുമ്പ് അങ്ങ് എത്തണം. പിന്നെ ഇന്ന് അവിടുത്തെ പ്രത്യേകത അറിയാവോ? അവിടെ മംഗല്യ പൂജയ്ക്കുള്ള ദിവസം അത്രേ. നമ്മൾ ആഗ്രഹിക്കുന്ന ആളിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജ. ചേച്ചി വാ, ഞാൻ ഭയങ്കര ത്രില്ലില്ല. അതെന്താമേ ഞാൻ പൂജ കഴിക്കണ്ടെന്ന്? അതെന്താ, എനിക്കും കിട്ടണ്ടേ നല്ലൊരു ഭർത്താവിനെ? ദേവിക വരുമെന്ന് പേടിയുണ്ടല്ലേ? അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ ദേവിക കൂടി വന്നാലോ? എന്ത് സംഭവിക്കും ഇവിടെ? ഇന്ന് ഇവിടെ ഇനിയിപ്പോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ മീരമോളുടെ കൂടെ പോ. ഞാൻ പോവാം. പക്ഷേ പ്രശ്നങ്ങൾ ഇവിടം കൊണ്ട് തീരുന്ന അമ്മ വിചാരിക്കണ്ട.